എല്ലാവർക്കും ലിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് 99% സ്ത്രീകളും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ പലർക്കും പ്രഗ്നൻസി നീണ്ടുപോകുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷന് മുൻപായിട്ട് ഓവുലേഷൻ കൃത്യമായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ടും അണ്ടാശയത്തിലോട്ട് രക്തയോട്ടം നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളിൽ പലരും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ടിപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഫോർട്ടിലിറ്റി എക്സസൈസിന്റെ രൂപത്തിലും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ രൂപത്തിലുമാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പലർക്കും പേടിയാണ്. എക്സസൈസ് ചെയ്യാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനും പലർക്കും പേടിയാണ്. നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ യൂട്രസിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടന്ന ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഗ്രോ ആകണമെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള രക്തയോട്ടം നന്നായിട്ട് നടക്കണം. അതവിടെ കുറയും തോറും ആ ഒരു ഭ്രൂണത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതിനും അതിന്റെ ഭാഗമായിട്ട് ഭ്രൂണത്തിന്റെ വളർച്ചയെ അത് സാരമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. നമ്മളിൽ പലരും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. ഒരുപാട് ലോവർ അബ്ഡമൻ പോർഷൻ ആണെങ്കിലും മറ്റു ശരീരഭാഗങ്ങളാണെങ്കിലും അനങ്ങേണ്ടതായിട്ടുള്ള യാതൊരു ജോലികളും നമുക്കിപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇത് കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബ്രിയോയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എക്സസൈസുകൾ ചെയ്യാൻ പേടിയുള്ള ആളുകൾ രക്തയോട്ടം വർദ്ധിപ്പിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ആ ഒരു എംബ്രിയോ ഗ്രോ ആകാനായിട്ട് നമ്മളെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇതിൽ ഞാനൊരു 4 ടൈപ്സ് ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോക്സ് നെറ്റിനെ പറ്റിയിട്ടാണ്. ഫോക്സ് നെറ്റ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള സ്റ്റോറുകളിലും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഈ ഫോക്സ് നെറ്റ് അല്ലെങ്കിൽ നമുക്ക് മഖാന എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നൽകുന്നതാണ്. ഈ മഖാന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. ഫീമെയിൽ ഫെർട്ടിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. യൂട്രസിന്റെ ലൈനിങ് എന്ന് പറയുന്നതാണ് എൻഡോമെട്രിയം ലൈനിങ്. ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ അവിടെ ഒരു നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. ഈ എൻഡോമെട്രിയം ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞ് വളർന്നു തുടങ്ങുന്നത്. അതിന്റെ ആ കുഞ്ഞിന്റെ റൂട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് ഈ എൻഡോമെട്രിയം ലൈനിങ്ങിലാണ്. അപ്പോൾ ആ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന് കൃത്യമായിട്ട് തിക്നെസ് ഇല്ല എങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങിന്റെ തിക്നെസ് കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു ഫോക്സ് നെറ്റ് നമ്മൾ കഴിക്കുന്നത് നന്നായി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പ്രിവെന്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സെർവിക്സിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. PCOD തൈറോയിഡ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് അതിനെ ഒരുപാട് ക്യൂർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ വെയിറ്റ് ലോസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു. ഓവറീസിന്റെ ഹെൽത്തിനെ സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് സഹായിക്കുന്നു. സെർവിക്സിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് അവിടെ നടക്കുകയാണെങ്കിൽ അത് പ്രഗ്നൻസി പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സെർവിക്സ് മാത്രമല്ല നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബും എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇത് കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. ഇനി പുരുഷന്മാരിലെ ഏർലി ഇജാക്കുലേഷൻ സംഭവിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും പുരുഷന്മാരുടെ സ്പേമിന്റെ കൗണ്ട് കൂട്ടുന്നതിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഫോക്സ് നെറ്റ് കഴിക്കുന്നത് സഹായിക്കുന്നു. ഈ ഫോക്സ് നെറ്റിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഫൈബർ, മാഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം എന്നിവ നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഒരു പരിധിവരെ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഈ ഫോക്സ് നെറ്റ് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫോക്സ് നെറ്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിലുള്ള ഫോക്സ് നെറ്റ് ആണ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളൊരു പാനിലെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിങ്ങനെ ഞെക്കി നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്ത് ഒരു പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കില്ലേ, അതുവരെ നിങ്ങൾ നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഫ്രൈഡ് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഫോക്സ് നെറ്റ് നിങ്ങൾ കഴിക്കേണ്ടത് 3, 4, 5 മാക്സിമം അത്രേ നിങ്ങൾ ഫോക്സ് നെറ്റ് എടുത്ത് കഴിച്ചാൽ മതിയാവും കേട്ടോ. രണ്ടാമതായി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. ഡേറ്റ്സിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ എടുക്കുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഡേറ്റ്സിൽ അഥവാ ഈന്തപ്പഴത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയേൺ ആണ്.
ഇത് ബ്ലഡിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇതിൽ പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെയും നിങ്ങൾ ഡേറ്റ്സ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 2 മാക്സിമം അത്രയും നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ സ്മൂത്തീസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഡേറ്റ്സ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഡേറ്റ് സിറപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഡേറ്റ്സ് മേടിച്ചിട്ട് അത് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് സംശയമാണ്, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഡേറ്റ്സ് കഴിക്കാവോ, അത് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യില്ലേ, ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകില്ലേ എന്നതിനൊക്കെ പറ്റിയിട്ട് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിന്റെ അളവ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവില് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ 2 എടുക്കുക, അതിനുശേഷം അടുത്ത ദിവസം നിങ്ങൾ എടുക്കേണ്ട, അതിനുശേഷം 2 എടുക്കുക. അങ്ങനെ 2 ഡേറ്റ്സ് നിങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമായില്ല. പീരിയഡ്സ് ആണെങ്കിൽ മാത്രമേ, അതായത് ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അടുത്തതായി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. ഇതിൽ മലയാളം പേരിൽ അറിയപ്പെടുന്നതിനും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ, ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫ്ലാക്സീഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഒരുപാട് വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മുടെ മുതിരയുടെ ആ ഒരു കളറായിരിക്കും ഇതിന്. മുതിര എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കഴിക്കുന്നതാണ് മുതിര. ഈ മുതിരയുടെ ഒരു ഏകദേശം ഒരു മുതിരയുടെ കളറായിരിക്കും, പക്ഷേ ഒരു ഇത്രയും കൂടി ഒന്ന് വലുതായിട്ടുള്ള ഒരു സീഡാണ് ഫ്ലാക്സ് സീഡ്. നമുക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ പ്രൊഫഷണൽ സ്റ്റോഴ്സിലൊക്കെ ഫ്ലാക്സ് സീഡ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിൽ നമുക്ക് സ്ത്രീകൾക്കുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഇതിനൊരു സൂപ്പർ ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സൂപ്പർ, അത് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് തരുന്നതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു ഫ്ലാക്സ് സീഡിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ, omega-3 ഫാറ്റി ആസിഡ്, വിറ്റമിൻ B1, വിറ്റമിൻ B6, ഫോളേറ്റ്, കാൽസ്യം, അയൺ, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു നീണ്ട ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. ഇത്രയും ഐറ്റംസ് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം omega-3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഫോളേറ്റും അതുപോലെ തന്നെ ഫൈബർ, പ്രോട്ടീൻ, ഇതെല്ലാം ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു, ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു, അതുപോലെ വിറ്റമിൻസ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, ഫൈബർ ഡൈജഷൻ കറക്റ്റ് ചെയ്യുന്നു, അതുപോലെ വെയിറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഈ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ കിട്ടുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ത്രീകളിൽ ഫെർട്ടിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു, ഹോർമോണൽ ഇംബാലൻസസ് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ, എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ തൈറോയിഡ്, PCOD ഉള്ളവർക്ക്, ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ഒക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കുറച്ചൊരു അളവിൽ, കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 1 ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും. അത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല, സ്ത്രീകളിൽ മാത്രമല്ല കേട്ടോ, ഹസ്ബൻഡിന് സ്പേമിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പുരുഷന്മാരിൽ ഇത് സഹായിക്കും കേട്ടോ. ഫ്ലാക്സ് സീഡ് നമുക്ക് ഒന്നുകിൽ അത് വറുത്തിട്ട്, ഫ്ലാക്സ് സീഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചട്ടിയിലിട്ട് ചൂടാക്കി വറുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെറുതെ കഴിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൽ ആഡ് ചെയ്ത് കഴിക്കാം, അതല്ലെങ്കിൽ പൗഡറാക്കി വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡുകൾ ഉണ്ടാക്കുന്നതിൽ നമുക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ഫെർട്ടിലിറ്റിക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫുഡ് ഐറ്റം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഒരുപാട് ന്യൂട്രിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് 1 ടേബിൾ സ്പൂണിൽ. അപ്പോൾ നമ്മളിത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ കൂടി തന്നെ നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2 അല്ലെങ്കിൽ 3 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഒരുപാടൊന്നും കഴിക്കേണ്ട കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ കഴിച്ചാൽ ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ നേരവും ഇതെടുത്ത് കഴിക്കേണ്ട. 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 2 ടേബിൾ സ്പൂണോ മറ്റോ കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അടുത്തതായി സംസാരിക്കുന്നത് മാതള നാരങ്ങ അഥവാ അനാറിനെ പറ്റിയിട്ടാണ്. മാതള നാരങ്ങ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്.
മാതള നാരങ്ങ കഴിക്കുന്നത് പീരീഡ്സിനെ ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പലരും മാതള നാരങ്ങ കഴിക്കുന്നത് കുറയ്ക്കുന്നുണ്ട്, പലരും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കുന്നത് നല്ലതാണ്. മാതള നാരങ്ങ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എടുക്കാമോ ഡോക്ടർ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. പലർക്കും അവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് വേണ്ടുന്ന ഒരു ഗൈഡ് ലൈൻസ് ഡോക്ടർ ആ ഒരു സമയത്ത് നൽകുന്നതായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഈ മാതള നാരങ്ങ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്നു. പലരും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ഒരു പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂട്ടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു 3-4 കിലോ മാതള നാരങ്ങ ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിക്കില്ല. പക്ഷെ ഇത് കഴിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയിലെ വിറ്റമിൻ സി, ഫോളേറ്റ്, വിറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ വിറ്റമിൻ കെ ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ അത് നമ്മുടെ എംബ്രിയോ വളരുന്നതിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. പലർക്കും പകുതി സ്റ്റേജിൽ വെച്ചിട്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നഷ്ടമാകുന്നതിനും ഒക്കെ കാരണം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.